Hi friends, ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ടിഫിൻ ബോക്സ് റെസിപ്പി ഇട്ടപ്പോൾ കുറേ അമ്മമാർ പറഞ്ഞ ഡയലോഗാണ്, മക്കൾ അവസാനത്തെ സ്വീറ്റ്സ് മാത്രം തിന്നും, പക്ഷെ ഭക്ഷണമൊന്നും കഴിക്കില്ല. അതിന് കാരണം എന്താ? ആ ഭക്ഷണം തണുത്തു പോകുന്നതുകൊണ്ടാണ് കുട്ടികളത് കഴിക്കാതെ തിരിച്ചു കൊണ്ടിരുന്നത്. അതൊരു കാരണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനൊരു പ്രതിവിധിയായിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രതിവിധിയായിട്ട് നമ്മൾ ഇന്ന് ഒരു പരീക്ഷണാർത്ഥം ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ പറയാം. ഇതാണ് ചൂടാറാത്ത നമ്മുടെ ടിഫിൻ ബോക്സ് കാരിയർ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ മക്കളുടെ ടിഫിൻ ബോക്സ് കൊള്ളാവുന്ന വലുപ്പത്തിലുള്ള ഒരു ബോക്സ് എടുക്കാം കേട്ടോ. കാർഡ്ബോർഡ് ബോക്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുകളിലേക്ക് തെർമോക്കോളാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോം ഷീറ്റ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ബോക്സിൻ്റെ അളവനുസരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഈ തെർമോക്കോൾ കട്ട് ചെയ്യാൻ. അപ്പം നമ്മൾ നല്ല മൂർച്ചയുള്ള കത്തിയുണ്ടോ അല്ലെങ്കിൽ തെർമോക്കോൾ കട്ടറുണ്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഓരോരോ പീസസ് നമ്മൾ ബോക്സിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. അപ്പം നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫ്ലെക്സ് ഗം വെച്ചിട്ടോ നമുക്ക് ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ഫെവിക്കോൾ നിറയെ ഈ ബോക്സിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നമ്മൾ ഓരോ പീസസ് നമ്മൾ ആ അളവിനനുസരിച്ച് കട്ട് ചെയ്തത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചെടുത്ത് ഒന്ന് അമർത്തി കൊടുക്കുക. ഇനി നമ്മൾ മറുഭാഗത്തും ഇതേപോലെ നമ്മൾ ചെയ്തു കൊടുക്കാം കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് സൈഡായിട്ട് വേണം കേട്ടോ നമ്മൾ തെർമോക്കോൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സൈഡ് ഭാഗം കറക്റ്റായിട്ട് കിട്ടില്ല. ഇനി നമ്മൾ രണ്ട് സൈഡിലത്തെ ഭാഗവും നമ്മൾ അളവനുസരിച്ചിട്ട് വെട്ടിയിട്ട് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ടൈറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ എല്ലാ മൂലയ്ക്ക് നമ്മൾ ഓരോ ടൂത്ത് പിക്ക് വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പശ ഒട്ടണ വരെ മാത്രം, മുഴുവനായിട്ട് കയറ്റണ്ട, ജസ്റ്റ് അവിടെ കയറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഒരുവിധം നമ്മൾ ഒട്ടിച്ച് വെച്ചു. ഇനി നമ്മളിത് ഉണങ്ങാനായിട്ട് വെക്കാം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അരമണിക്കൂറിന് ശേഷം നമ്മളിത് ടൂത്ത് പിക്ക് പതുക്കെ എടുത്ത് മാറ്റാം കേട്ടോ. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ജൂട്ട് മെറ്റീരിയലാണ്, അല്ലെങ്കിൽ നമുക്ക് കട്ടിയുള്ള ഏതെങ്കിലും ഒരു തുണി എടുക്കാം. അപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ജൂട്ടായതുകൊണ്ട് നമ്മൾ ജൂട്ട് വെച്ചാണ് കവർ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫെവിക്കോൾ അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ തെർമോക്കോളുമേ. അതിനുശേഷം നമ്മൾ ജൂട്ട് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇനി മോൾ ഭാഗമാണ് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് വെട്ടി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഓരോ സൈഡുകളും നമ്മളിതിങ്ങനെ വെട്ടി കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഒരു വലിയ ഭാഗം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയ ഭാഗം നമ്മൾ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വലുപ്പത്തിൽ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫെവിഗം വെച്ചിട്ടോ നമുക്ക് ഉള്ളിൽ ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം പെട്ടെന്ന് കേട്ടോ. ഇനി നമ്മൾ തെർമോക്കോളിൻ്റെ ഒരു പീസ് വെച്ചിട്ട് നമ്മളത് ജൂട്ട് കൊണ്ടൊന്ന് കവർ ചെയ്തെടുത്തു കേട്ടോ. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതേ മോൾ ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വരുന്ന എക്സാക്ട് പ്ലേസിൽ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്ത് നോക്കിയേ, കറക്റ്റായിട്ട് അടയുണ്ടോ നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷനായിട്ട് ലേസസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമ്മൾ വാൽക്രോ ആണ് കേട്ടോ വെക്കുന്നത്. ഞാനിവിടെ വെക്കുന്നത് ഓൾറെഡി പശയുള്ള ടൈപ്പ് വാൽക്രോ ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തുന്നി പിടിപ്പിക്കുകയും ചെയ്യാം. ഇനി മറ്റേ ഭാഗം നമ്മൾ അതിലേക്ക് തന്നെ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് പ്ലേസ് നോക്കിയിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് പതുക്കെ ഇതൊന്ന് വരിച്ച് നോക്കിയാലോ. അപ്പോൾ ഇതേ നമ്മുടെ സംഭവം നമ്മളിത് ഇങ്ങനെ പതുക്കെ തുറന്ന് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിലും ഒരു വാറ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അത് ഫെവിക്വിക്കോ എന്തോ വെച്ച് ഒട്ടിച്ചു കൊടുത്താലും നമുക്കൊരു ബലക്കുറവ് തോന്നും. അത് നമ്മൾ തുന്നി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബലത്തിൽ നിന്നോളൂ കേട്ടോ. ഇനി നമ്മൾ ഇതിനുള്ളിലേക്ക് അലുമിനിയം ഫോയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അത് നമ്മൾ 2 ലെയറായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഫില്ലിങ്ങായി ഇതേ കണ്ടോ, ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ നല്ല ചൂട് ചോറ് ഒരു പരീക്ഷണാർത്ഥം ഞാൻ നിറച്ച് ഇട്ട് കൊടുക്കാൻ കേട്ടോ. നല്ല ചൂടാണ്. ഇനി നമ്മളിത് കവർ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബാഗിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇതങ്ങ് അടച്ച് വെച്ചിട്ട് 4 മണിക്കൂറിന് ശേഷം നമ്മളിതൊന്ന് തുറന്ന് നോക്കാൻ കേട്ടോ. എൻ്റെ ചൂട് പോയാന്നറിയാം. ആഹാ, നമുക്കത് തൊട്ട് നോക്കിയാലോ. ആ, ചൂടുണ്ട് കേട്ടോ. നല്ല തളച്ച ചൂടില്ലെങ്കിലും അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ ഈ സംഭവം. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണ്ടേ. ഇത് നോക്കി, കുറച്ച് പുക വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അർത്ഥം ചൂട് കുറച്ചേ കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയട്ടോ.